ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ഫാരീസ് ആൽമം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ ചൂടേറിയ വെയിലിനെ തണുപ്പിക്കാനായിട്ട് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ഐസ്ക്രീം തന്നെ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം കാണാം. അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോകും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഒരു സോസ് പാനിൽ ഒഴിച്ച് വെച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം പതുക്കെ ഒന്ന് വരുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇളക്കി കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി വേണം നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഈ പാലിങ്ങനെ നല്ലതുപോലെ കുറുകി വരണം. അപ്പം നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തതെങ്കിൽ അത് വറ്റി 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 അതിൻ്റെ ഒരു ഹാഫ് പോർഷനോളം നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഐസ്ക്രീമിനൊരു കറക്റ്റ് ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പാലിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ പാലിങ്ങനെ വറ്റി വറ്റി വരും. അപ്പോൾ കുറച്ച് സമയം എടുക്കും. കുറച്ച് ക്ഷമയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അത് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കണ്ടേ. ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അപ്പം അതവിടെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഒരു 10 ബദാമോളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാഷ്യൂനട്ടും 10 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാലിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ പൊടിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ പഞ്ചസാര കുറച്ച് ആവശ്യത്തിൽ ചേർത്തോ, മധുരം വേണ്ടതനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവർ പൊടി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഐസ്ക്രീമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഫ്ലവർ എടുത്തത്. ഇനി കസ്റ്റാർഡ് പൗഡറാണ് ഉള്ളെങ്കിൽ ആ കസ്റ്റാർഡ് പൗഡർ എടുത്താലും മതി. അതാകുമ്പോഴത്തേക്ക് യെല്ലോ കളറിലാവും. അപ്പോൾ നമുക്കിനി കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കട്ടയൊന്നും ഇല്ലാതെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുറുകിക്കൊണ്ടിരിക്കുന്ന പാലിൻ്റെ മിക്സിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ പൊടിയും കൂടെ പാലും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. അപ്പം അതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നല്ലതുപോലെ നമ്മൾ ഇളക്കി കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് പൊടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് അത് നമ്മൾ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാരയും അതുപോലെ കാഷ്യൂനട്ടും ആൽമണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കൊഴുത്ത് വരും. നല്ല കൊഴുപ്പനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതും ഒന്ന് കുറച്ച് നേരം ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും അതും കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. അപ്പോൾ ഒന്ന് നല്ല ഒരുവിധം കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ തണുക്കാനായിട്ട് അടിയിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ഇതിലോട്ട് എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഇതിലോട്ട് എടുത്ത് ഒഴിച്ചിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. വാനിലയുടെ എസൻസ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ പൈനാപ്പിളിൻ്റെ എടുത്തത്. അപ്പോൾ അതൊന്നും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളുടെ ഈ മിക്സ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഇപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് മൊത്തത്തോട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് ഫുൾ വെച്ചതിന് ശേഷം നമുക്കൊരു 4 അവേഴ്സിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എടുത്തൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒന്നും കൂടി വെക്കാം. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാനത് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്തതാണ്. അപ്പം ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. അടി നല്ലതുപോലെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. മുകളിൽ കുറച്ച് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല സ്കൂപ്പായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. അപ്പം എൻ്റെ കയ്യിൽ സ്കൂപ്പ് ചെയ്യുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുവാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു വേനൽ ചൂടിന് നമുക്കൊന്ന് മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് ഈ ഐസ്ക്രീം നല്ലതായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ
ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് പാലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ പാലും നമുക്ക് ആവശ്യത്തിലുള്ള ഇതൊക്കെ സാധനങ്ങളെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഐസ്ക്രീം കഴിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഈ ഐസ്ക്രീം വേറെ രീതിയിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. അങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് എടുത്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി നല്ലൊരു നട്ട്സിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൗണി എടുത്തിട്ട് അതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ അത് സ്കൂപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ചൊന്ന് തരി പോലെ നമ്മൾ കേക്ക് തന്നെ പൊടിച്ചിട്ട് കൊടുക്കാം. ബ്രൗണിയും ഞാൻ തന്നെ ബേക്ക് ചെയ്തതാണ്. ഇത് രണ്ടും എൻ്റെ കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.